ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിൾ ആണ് ഇത് തയ്യാറാക്കാനായിട്ട്. എത്ര കഴിച്ചാലും മടുക്കയില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക തല്ലിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. ഈ വെള്ളത്തിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരം ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ പരുവൊന്നും ആവണ്ട, കുറച്ചൊന്ന് കട്ടിയായിട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരത്തിന്റെ ആ ഒരു മാവ് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും വെള്ളമായിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ആ ഒരു പരുവത്തിലായി കിട്ടിയാലാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പരുവം കിട്ടുന്നത്. ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതേ പാൻ തന്നെ വീണ്ടും വെച്ചു കൊടുക്കാം. വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചെറിയ സേമിയ ഇട്ട് കൊടുക്കാം. ഈ ഒരു നെയ്യിൽ നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിന്റെ കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഈ തേങ്ങയൊക്കെ നന്നായിട്ട് നെയ്യിലൊന്ന് ചൂടായി വരുന്നവരേക്കും നല്ലൊരു മണമൊക്കെ വരുന്നവരേക്കും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ നിന്ന് തേങ്ങ ചൂടായി വരുന്നതിന്റെ ആ ഒരു നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചേക്കണം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ വലിയ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടുകടലയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു സേമിയയും തേങ്ങയുമാണ്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു സേമിയയും തേങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഇതുപോലൊരു സ്പൂണിൽ 2.5 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ സ്പൂണിലും പൊടി എടുക്കുമ്പോൾ ഇതുപോലെ നിറച്ച് വേണം എടുക്കാനായിട്ട്, എന്നാലാണ് കറക്റ്റ് പരുവത്തിന് കിട്ടുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദാമാവ് മതി എന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന്റെ പരുവം എങ്ങനെയാണെന്നുള്ളത് ഇതുപോലൊരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു മാവ് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് വേണം റെഡിയാക്കി എടുക്കേണ്ടത്, എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് വാഴയിലയിലാണ് ആവിയിൽ വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ പീസ് ആക്കിയിട്ട് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയിലയിൽ വേവിക്കുന്നതിന്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഏതെങ്കിലും കറി ബൗളിലോ ഈ ഇല മാറ്റിയിട്ട് സാധാരണ ഇഡ്ഡലി തട്ടിന്റെ കുഴിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ വേവിച്ചെടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വാഴയിലയിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു സേമിയയും തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു മാവിന്റെ കണക്ക് നോക്കാതെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഈ ഒരു തട്ടിൽ കുറച്ച് ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത തട്ടിൽ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാനേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് എല്ലാത്തിലും ഒരേ പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു മാവിന്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് എല്ലാത്തിലും ഒഴിച്ച് കറക്റ്റ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ആദ്യത്തെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തട്ടിലും കൂടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാനായിട്ട്. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്കിത് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും.
ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിന്റെ ബാക്ക് വശം കൊണ്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തോന്നാണ്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പഞ്ഞ് പോലത്തെ ഒരു ഈവനിങ് സ്നാക്സ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിന്റെ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.